സർക്കാർ നൽകിയ മിച്ചഭൂമിയിൽ അവകാശം ഉറപ്പിക്കാൻ താമസക്കാർക്ക് വേണ്ടിവരുന്നത് നീണ്ട നിയമയുദ്ധമാണ്. മാസത്തിൽ 4 ദിവസം മാത്രം ചേരുന്ന ഫോറസ്റ്റ് ട്രൈബ്യൂണൽ സിറ്റിംഗിലാണ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ളവരുടെ കേസ് പരിഗണിക്കുന്നത്. ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഏറെക്കാലം ജീവിച്ചവർ മിച്ചഭൂമി ലഭിച്ചതോടെ ഏറെ സന്തോഷിച്ചതാണ്. ഇന്ന് സ്വന്തം പേരിൽ ലഭിച്ച ഭൂമിക്ക് കരമടയ്ക്കാൻ പോലും ഇവർക്ക് അനുമതിയില്ല. സർക്കാർ പട്ടയം നൽകിയ ഭൂമി ഈടുവെച്ച് ബാങ്കിൽ നിന്നും വായ്പ എടുത്തവരുണ്ട്. കുടിവെള്ള പദ്ധതി അടക്കം പല പദ്ധതികളും സർക്കാർ തന്നെ നടപ്പിലാക്കി. വനം വകുപ്പ് ഈ സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചതോടെ എല്ലാം തകിടം മറിഞ്ഞു. പ്രശ്നം പറഞ്ഞാൽ നീതി അടയ്ക്കണില്ല, കുറച്ചൊക്കെ അടച്ചു, പിന്നെ അടക്കണില്ല, പിന്നെ ഇപ്പോൾ ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഈ മരങ്ങളെല്ലാം കൊടുക്കാൻ പറ്റണില്ല, ഞങ്ങൾക്കൊന്നും ആനുകൂല്യം ഇല്ല, വെറുതെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. 48 വർഷമായി മിച്ചഭൂമി തന്നിട്ട് ഇതുവരെയായിട്ടും 98 വരെ ടാക്സ് അടച്ചു. അതിനുശേഷം ടാക്സ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് സർക്കാർ ഒരു വഴി കണ്ടെത്തി തരാം. 1971 മെയ് 10 മുൻപ് കൃഷി ചെയ്തിരുന്നതോ കൃഷി ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നതോ ആയ സ്ഥലമാണിതെന്ന് ഫോറസ്റ്റ് ട്രൈബ്യൂണലിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭൂമി തിരികെ ലഭിക്കൂ. വെസ്റ്റഡ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഫോറസ്റ്റ് ട്രൈബ്യൂണൽ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റിയതും സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. മാസത്തിൽ 4 ദിവസം മാത്രം പാലക്കാട് നടക്കുന്ന സിറ്റിംഗിലാണ് 9 ജില്ലകളിലെ കേസുകൾ പരിഗണിക്കുന്നത്. റവന്യൂ വകുപ്പ് മിച്ചഭൂമിയായി പതിച്ചു നൽകിയ ഭൂമിയിൽ മാത്രമല്ല പ്രശ്നമുള്ളത്. പതിറ്റാണ്ടുകളായി സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് പോരുന്ന ഭൂമിയിലും വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നു. ഇതോടുകൂടി 100 കണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.